2025 ഡിസംബറിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നത് പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണ ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ ഗാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ UDF വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഈ വിവാദത്തിലെ പ്രധാന വിവരങ്ങൾ ശബരിമലയിലെ സ്വർണ്ണമോഷണം പൊതുവായി പോയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഗാനം ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്നു എന്ന പരാതിയിലാണ് വിവാദം ഉടലെടുത്തത്. അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണം ഉപയോഗിച്ചത് വിശ്വാസത്തെ അവഹേളിക്കുന്നതാണെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി പരാതിപ്പെട്ടു. പരാതിയെ തുടർന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ള അഥവാ GP ചാലപ്പുറം, ഗായകൻ ഡാനിഷ് മലപ്പുറം, നിർമ്മാതാക്കളായ സുബൈർ പന്തല്ലൂർ, ഹനീഫ മുടിക്കോട് എന്നിവർക്കെതിരെ കേസെടുത്തു. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഈ ഗാനം നീക്കം ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങി. ഏകദേശം 230ഓളം അക്കൗണ്ടുകളിൽ നിന്ന് ഗാനം നീക്കം ചെയ്തതായും യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. മതചിഹ്നങ്ങളും ഭക്തിഗാനങ്ങളും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും CPM ആരോപിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുൻകാലങ്ങളിൽ CPM നേതാക്കൾക്കെതിരെയും സമാനമായ പാരഡികൾ വന്നിട്ടുണ്ടെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു.